മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖലയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കാണാതായവരിൽ ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി 4 സോണുകളിലായി തിരച്ചിൽ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ ദുരന്തഭൂമിയിൽ എത്തി. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, പ്രതിപക്ഷ നേതാവ് ഇന്ന് ദുരന്തഭൂമിയിൽ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഇപ്പോഴും ഈ ദുരന്ത മേഖലയായ കള്ളാടിയിൽ തിരച്ചിൽ തുടരുകയാണ്. 4 സോണുകളിലായി തിരിഞ്ഞുകൊണ്ടാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നത്. ഇന്ന് ഈ സ്ഥലത്ത് നിന്നും, അപകട മേഖലയിൽ നിന്നും മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. 3 പേരും ഈ നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരാണ്. ഇനി ഇവിടെ നിന്നും 2 പേര് കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 6 3 പേർ അന്ന് അപകടമുണ്ടായ സമയത്ത് തന്നെ മരിച്ചിരുന്നു. അതിനുശേഷം കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ പ്രദേശത്ത് തുടരുകയാണ്. അതേസമയം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഈ അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിച്ച് അവിടെ മീനാക്ഷി പാലത്തിന് സമീപമെത്തി ഉദ്യോഗസ്ഥരുമായും സംസാരിച്ച് ഇതിന്റെ ഈ ദൗത്യത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തി. അതിനുശേഷം മേപ്പാടി പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പോയത്. അവിടെ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. അതിനുശേഷം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന, ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയത്. പിന്നീട് ഈ കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ അവലോകനം സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ന് മഴ അല്പം രാവിലെ നല്ല കനത്ത മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 2 പേരെ കൂടി കണ്ടെത്താനുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഷമി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് കള്ളാടിയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെത്തി. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.